കോതമംഗലത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലം നഗരസഭ, ആയുഷ് PSC ആയുർവേദ, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോതമംഗലം നഗരസഭയിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഒട്ടേറെ രോഗികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കോതമംഗലം നഗരസഭ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, പ്രതിപക്ഷ നേതാവും വാർഡ് കൗൺസിലറുമായ CPS ബാലൻ, കൗൺസിലർ മിനി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്നതാണെങ്കിലും ഇന്ന് കുറച്ച് മാറ്റം, കുറച്ച് കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്ന ആയുർവേദം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരുവിധം അറിയാവുന്ന ആളുകളെല്ലാം വിശ്വസിക്കുന്നതിനാണ്. ഈ ആയുർവേദ ക്യാമ്പിൽ ധാരാളം പേരും വരും. കാരണം അവർക്ക് ഈ ഉദ്ഘാടന ചടങ്ങ് അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ചടങ്ങിലൊന്നും പങ്കെടുക്കാം. അവരും വിചാരിച്ചിരിക്കുന്നത് ഒരു ഉദ്ഘാടനമൊക്കെ ഉണ്ട്, ഗംഭീരമായിട്ടായിരിക്കും, അതിനുശേഷമായിരിക്കും ക്യാമ്പ് തുടങ്ങുന്നതെന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് ആളുകൾ കടന്നു വരാത്തത്. ഏതായാലും ആളുകൾ ഒരു 10 മണി 11 മണിക്കാകുമ്പോഴത്തെ ആളുകളുണ്ടാവും. ധാരാളം ആളുകൾ പങ്കെടുക്കുന്നതാണ് ഇതിനകത്ത്. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രേണു M. നായർ, ഡോക്ടർ അഞ്ജു സുകുമാരൻ, ഡോക്ടർ അമ്പിളി വിജയൻ, ഫാർമസിസ്റ്റ് അർച്ചന PA, GAD കുട്ടമ്പുഴ ഗ്രേഡ് 1 അറ്റൻഡർ സുനിൽകുമാർ M തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആളുകൾക്കും, പ്രായമായ എല്ലാവർക്കും, പ്രായം നോക്കണ്ട, 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും കാലുവേദന, മുട്ടുവേദന, അങ്ങനെ ജീവിതശൈലി രോഗങ്ങളെല്ലാം പിടിപെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ ആയുർവേദം ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇന്നത് 250 പേരോളം ആളുകൾക്കുള്ള മരുന്നുകൾ ഇന്നിവിടെ ഡോക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ വാർഡുകളിലെല്ലാം കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി എല്ലാവരും തന്നെ എത്തിച്ചേരും. 1 മണി വരെയാണ് നമ്മളിവിടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള ജീവനക്കാരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഈ ആയുർവേദ ക്യാമ്പ് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തണം. മീഡിയ 60 കോതമംഗലം.